ആകട്ടെ. സ്തോത്രം. ആദരണീയരായ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ നല്ല സമയം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൂടി വരുവാനും പതിവ് പോലെ ദൈവവചനം പങ്കുവയ്ക്കുവാനും കർത്താവ് നൽകിയിരിക്കിയാൽ ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. ഒരു യാത്രയിൽ ആയിരിക്കുന്നത് കൊണ്ട് അല്പം ഒരുപക്ഷെ അസൗകര്യങ്ങളോ അസ്വസ്ഥതകളോ നിങ്ങൾക്ക് തോന്നിയേക്കാം. ദയവായിട്ട് ക്ഷമിക്കുക. മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഇന്ന് ചെയ്യുവാൻ. മറ്റു സാമഗ്രികൾ തയ്യാറെടുപ്പോടുകൂടെ അല്ല ഞാൻ വന്നത്. അതുകൊണ്ട് അല്പമായ പ്രയാസങ്ങൾ ഉള്ളത് ക്ഷമിക്കുമല്ലോ. ശബ്ദം കേൾക്കാൻ പ്രയാസമില്ലല്ലോ? ഓക്കെ, സ്തോത്രം. നാം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭ മഹാപീഡന അവസ്ഥയിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും ദൈവവചനം നമുക്ക് ഉറപ്പു തരുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് വരും. കർത്താവിൻ്റെ സഭയെ കർത്താവിൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ളത് തിരുവെഴുത്തിന്റെ ഉറപ്പാണ്. ക്രിസ്തു നമുക്ക് തന്ന വാഗ്ദത്തമാണ്. ബൈബിൾ നമുക്ക് ഉറപ്പു തരുന്ന വിഷയമാണ്. നാം ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ തിരുവെഴുത്ത് നമുക്ക് ഉറപ്പു തരുന്നു. ഒന്ന്, യേശുക്രിസ്തു വന്ന് സഭയെ തൻ്റെ അടുക്കൽ ചേർക്കും. രണ്ട്, യേശുക്രിസ്തു തേജസ്സിൽ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സഭയും കർത്താവിനോട് കൂടെ കാണും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടിയും വരും, സഭയോട് കൂടെയും വരും എന്നർത്ഥം. ആവർത്തിക്കുന്നു, ക്രൈസ്റ്റ് വിൽ കം ഫോർ ദ ചർച്ച് ആൻഡ് ഓൾസോ വിത്ത് ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്ന വരവുമുണ്ട്, സഭയ്ക്കോടൊപ്പം വരുന്ന വരവുമുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്ന വരവുണ്ട്, വിശുദ്ധന്മാരോട് കൂടെ യേശു ഇറങ്ങി വരുന്ന വരവുണ്ട്. ഈ രണ്ട് മുഖങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ഉള്ളത്. സ്തോത്രം. അത് തിരുവെഴുത്ത് നമ്മെ വ്യക്തതയോടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സഭയ്ക്ക് വേണ്ടി യേശു വരുന്ന വരവാണ് സഭയുടെ എടുക്കപ്പടിയിൽ അഥവാ ഉൽപ്രാവണം എന്ന് പറയുന്നത്. സ്തോത്രം. സഭയുടെ എടുക്കപ്പടിയിൽ അഥവാ ഉൽപ്രാവണം എന്നത് സഭയ്ക്ക് വേണ്ടി യേശു വരുന്ന വരവാണ്. സഭയ്ക്ക് വേണ്ടി. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവെഴുത്തിൽ നിന്ന് വായിച്ചതുപോലെ നമ്മുടെ കർത്താവ് മഹത്വത്തോടെ തൻ്റെ തേജസ്സിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവുണ്ട്. അത് വിശുദ്ധന്മാരും ഒത്തുള്ള വരവാണ്. സ്തോത്രം. അപ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്ന വരവും വിശുദ്ധന്മാരോട് ഒപ്പം വരുന്ന വരവുമുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കർത്താവിങ്കിലേക്ക് എടുക്കപ്പെടുന്നതും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നതും നാം അവിടെ കാണുന്നു. യോഹന്നാൻ 14:3 കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നതിനെ കുറിച്ച് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതായതുകൊണ്ട് ഇനിയും ആവർത്തിച്ച് വായിക്കുന്നില്ല. എന്നാൽ സഭയോട് കൂടെ, വിശുദ്ധന്മാരോട് കൂടെ നമ്മുടെ കർത്താവ് വരുന്നതിനെ കുറിച്ച് പറയുന്ന 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് മുൻപോട്ട് പോകാം. സ്തോത്രം.
കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. കൊലോസിയർ 3-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. When Christ, who is your life, appears, then you also will appear with him in glory. Praise God. With him. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ കർത്താവിനോട് കൂടെ നാമും തേജസ്സിൽ വെളിപ്പെടുന്ന അവസ്ഥ. അതാണ് കർത്താവ് വിശുദ്ധന്മാരോട് കൂടെ വരുന്ന അവസ്ഥ. ജൂഡ് 14 and 15. യൂദ 14-15 വാക്യങ്ങൾ കൂടെ. യൂദ 14-15. ജൂഡ് 14 and 15. Enoch, the 7th from Adam, prophesied about these men. See, the Lord is coming with thousands upon thousands of his holy ones, to judge everyone and to convict all the ungodly of all the ungodly acts they have done in the ungodly way, and of all the harsh words ungodly sinners have spoken against him. Praise God. The first recorded prophet Enoch. ദൈവവചനത്തിൽ നമുക്ക് എഴുതപ്പെട്ട് കാണുന്ന ആദ്യത്തെ പ്രവാചകനായ ഹാനോക്ക്. യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായിട്ട് ലോകത്തെ ന്യായം വിധിക്കുവാൻ ഇറങ്ങി വരുന്ന വരവിനെ പറ്റി പ്രവചിച്ചിരിക്കുകയാണ്. സ്തോത്രം. ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് ഇതിനെപ്പറ്റി പ്രവചിച്ചു. നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. സഭയ്ക്ക് വേണ്ടി യേശു വരുന്ന വരവിനെ പറ്റി പഴയ നിയമത്തിൽ എങ്ങും പ്രവചനങ്ങളില്ല എന്നത്. സ്തോത്രം. No prophecies in the Old Testament about Christ coming for the church. We already have seen it, learned it, that the church was a mystery. The church was a mystery, and therefore the rapture of the church is not recorded in the Old Testament. We have already seen it. ഇവിടെ പക്ഷേ പ്രവാചകനായ ഹാനോക്ക് പറയുന്നത് സഭയോടു കൂടെ സകല വിശുദ്ധന്മാരോടും കൂടെ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവനെ കുറിച്ചാണ്. സ്തോത്രം. ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാ? അഭക്തിയോടുകൂടെ മനുഷ്യര് ചെയ്ത സകല അഭക്തിക്കും അനീതിക്കും പ്രതികാരം നടത്തുവാൻ, ന്യായം വിധിപ്പാൻ. സ്തോത്രം. So Christ coming to the clouds is for the church to gather the saints, to grant them immortality, to bless them with incorruptibility, to transform them into his own glorious image. യേശു കർത്താവ് ആകാശങ്ങളിൽ അല്ലെങ്കിൽ മേഘങ്ങളിൽ വരുന്നത് സഭയ്ക്ക് വേണ്ടി, സഭയെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ, അമർത്യതയും അദ്രവത്വവും അക്ഷയതയും ദൈവസഭയ്ക്ക് വിശുദ്ധന്മാർക്ക് നൽകുവാൻ, തൻ്റെ തേജോ രൂപത്തോട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ. അതിനാണ് കർത്താവ് വരുന്നത്. സ്തോത്രം.
ആ സമയത്ത്, അതായത് കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നത് ന്യായവിധിക്കുള്ള വരവല്ല. സ്തോത്രം. എന്നാൽ ന്യായം വിധിക്കുവാൻ വേണ്ടി യേശു വരുമ്പോൾ കർത്താവിന്റെ കൂടെ ജൂറികളായ വിശുദ്ധന്മാരും കൂടെ കാണും. ന്യായാധിപൻ കർത്താവായിരിക്കും. പക്ഷേ ആ കർത്താവിനോട് കൂടെ ന്യായവിധിയിൽ സഹായികളായി വിശുദ്ധന്മാര് കാണും. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ തന്റെ ശിഷ്യന്മാരോട് ആ കാര്യം. സ്തോത്രം. അതേപ്പറ്റിയാണ് സകല വിശുദ്ധന്മാരുമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് മഹത്വത്തോടെ അനുസരണം കെട്ടവരെ, അഭക്തരെ, നീതികെട്ടവരെ ന്യായം വിധിപ്പാൻ ഇറങ്ങി വരുന്ന വരവിനെ കുറിച്ച് പ്രവചിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ട് വരവുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് മുഖങ്ങൾ കർത്താവിൻ്റെ രണ്ടാം വരവിനുണ്ട് എന്ന് പറയുന്നത്. അതും പ്രത്യേകമായി നമുക്കെടുത്ത് 10-12ഓളം പോയിന്റുകൾ പഠിക്കാനുണ്ട്. അതടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ. അതുവരത്തേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടട്ടെ. അപ്പോൾ ഈ രണ്ട് മുഖങ്ങൾ, കർത്താവിൻ്റെ വരവിൻ്റെ രണ്ട് വശങ്ങൾ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. എന്നാൽ ഇങ്ങനെ കർത്താവിൻ്റെ വരവിൻ്റെ രണ്ട് വശങ്ങളെ വ്യക്തമാക്കുന്ന സ്ഥിതിക്ക് ഈ രണ്ട് വരവുകൾക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക, ഈ രണ്ട് വരവുകൾക്കും ഇടയിൽ ഒരു കാലയളവ് ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. പക്ഷേ മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോകും എന്ന് വാദിക്കുന്ന കൂട്ടർ ഈ രണ്ട് സംഭവങ്ങളെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നു. കർത്താവ് സഭയെ ചേർക്കാൻ വരും എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിശുദ്ധന്മാരും ഒത്തുവരുമെന്നുള്ളതും അനിഷേധ്യമാണ്. അങ്ങനെയാണെങ്കിൽ സഭ മഹാപീഡനത്തിലൂടെ പോകും എന്നുണ്ടെങ്കിൽ എപ്പോഴാ സഭയ്ക്ക് വേണ്ടി വന്ന് സഭയെ ചേർക്കുന്നത്? എപ്പോഴാണ് സഭയുമായിട്ട് ഇറങ്ങി വരുന്നത്? രണ്ടും ഒരേ സമയം തന്നെ നടക്കുന്നു എന്ന് വാദിക്കേണ്ടി വരുമല്ലോ. ആശയം മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ഈ രണ്ട് മുഖങ്ങളുണ്ട്, അത് വ്യക്തമാണ്. എന്നാൽ മഹാപീഡനത്തിലൂടെ സഭ പോകും എന്നതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ യേശു സഭയെ ചേർക്കുന്നതും വിശുദ്ധന്മാരുമൊത്ത് ഭൂമിയിലേക്ക് വരുന്നതും ഒരേ സമയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഈ 7 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ദാനിയേൽ 9-ാം അധ്യായവും വെളിപ്പാട് പുസ്തകത്തിലെ പല ഭാഗങ്ങളും കണ്ടു. 7 വർഷം എന്നുള്ള കണക്കും അതിനെ രണ്ടായിട്ട് തിരിച്ചുകൊണ്ടുള്ള 3.5 വർഷം എന്നുള്ളതുമൊക്കെ കണ്ടതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഇവിടെ ഈ വിഷയത്തോടനുബന്ധിച്ച് തൊട്ടുവിടുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഉപദേശം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവചനം തിരുവെഴുത്തിൽ ക്രിസ്തുവിന്റെ വരവിന്റെ രണ്ട് മുഖങ്ങളെപ്പറ്റി ഉള്ളതുകൊണ്ട് മഹാപീഡനത്തിലൂടെ സഭ കടന്നുപോകും എന്ന വാദത്തിന് പ്രസക്തിയില്ല എന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? മനസ്സിലായി. സ്തോത്രം. ശരി. അപ്പോൾ ദൈവസഭ മഹാപീഡനത്തിലൂടെ പോകുന്നില്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുവാൻ പര്യാപ്തമായ ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ചിന്തിച്ചത്. എത്രാമത്തെയാ? 14-ാമത്തെയോ 13-ാമത്തെയോ മറ്റോ ഒരു വാദമായിട്ട് നമുക്കതിനെ
പരിഗണിക്കാം. സ്തോത്രം. സഭയ്ക്ക് വേണ്ടിയും സഭയോടൊപ്പവും ഉള്ള വരവ്, അത് രണ്ടും നിറവേറണമെങ്കിൽ ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ ഒരു കാലദൈർഘ്യം വേണം. അതിനി ഒരു ദിവസമാകാം, ഒരാഴ്ചയാകാം, ഒരു വർഷമാകാം, ചില വർഷങ്ങളാകാം, എത്രയുമാകട്ടെ. പക്ഷെ നമുക്ക് 7 വർഷമെന്ന് വിശ്വസിക്കത്തക്ക അല്ലെങ്കിൽ മനസ്സിലാക്കത്തക്ക കണക്കുകളാണ് ബൈബിൾ നിരത്തുന്നത് എന്നതുകൊണ്ട് നമ്മളത് 7 വർഷത്തെ ഒരു കാലയളവ് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ കുറവാണ് ആ കാലഘട്ടം എന്ന് വിശ്വസിക്കത്തക്ക തെളിവുകൾ തിരുവെഴുത്തിൽ കാലക്കണക്കുകൾ വെച്ച് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ തിരുവെഴുത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കണക്ക് എന്ന് പറയുന്നത് 7 വർഷം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിനും സഭയോടൊപ്പമുള്ള വരവിനും ഇടയിൽ 7 വർഷക്കാലത്തിന്റെ ഒരു വിടവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനിയും അത്രയും ഇല്ല, അതിൽ കുറച്ചാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്കും കൂടെ ഒന്ന് തെളിയിച്ചു തന്നാൽ മതി, നമുക്കത് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. ഏതായാലും ഈ 2 സംഭവങ്ങൾ, സഭയ്ക്ക് വേണ്ടി വരിക, സഭയോടൊപ്പം വരിക, രണ്ടും ഒരേ സമയത്താകാൻ ഏതായാലും ഒരു സാധ്യതയും ഇല്ല. സ്തോത്രം. നമ്മൾ അങ്ങോട്ട് പോയി യേശുവിനെ സ്വീകരിക്കുക, കർത്താവിനെ ഭൂമിയിലേക്ക് ആനയിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ ആ വാദത്തിന് മുനയുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. എന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി കർത്താവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയല്ല ചെയ്യുന്നത്. പകരം കർത്താവ് ഇങ്ങോട്ട് വന്ന് നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീടാണ് പിതൃഭവനത്തിലേക്ക് പോകുന്നതും ഭൂമിയിലേക്ക് ഭക്തി കെട്ടവരെ ന്യായം വിധിക്കുവാൻ സകല വിശുദ്ധന്മാരും ഒത്ത് ഇറങ്ങി വരുന്നതും. ആ ന്യായവിധിക്കായിട്ടുള്ള വരവിൽ സഭയ്ക്കൊപ്പമാണ് വരുന്നത് എന്നതുകൊണ്ട് നമ്മൾ മഹാപീഡനത്തിലൂടെ സഭ പോകും എന്നതിനേക്കാൾ സഭ മഹാപീഡനത്തിന് മുമ്പ് എടുത്തുകൊള്ളപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറെ ഉത്തമമെന്നും തിരുവചനപ്രകാരമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. ഓക്കെ. അടുത്ത ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് ആശിക്കുന്നത്. അതായത് കാഹളങ്ങളെ കുറിച്ചുള്ള കാര്യമാണ്. ബാക്കി ചില കാര്യങ്ങളുണ്ട്, അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽക്കുള്ള വചനങ്ങളിൽ നിന്നായിരുന്നല്ലോ. അവിടങ്ങളിൽ നാം കണ്ടത് കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പ് വിശ്വാസ ത്യാഗവും എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു വാദമുഖം തീർത്തതിന് ശേഷം ആ ഭാഗം നമുക്ക് വീണ്ടും പഠിക്കാം. വിശേഷിച്ച് വിശ്വാസ ത്യാഗം എന്നുള്ളതും എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളതുമായ ഭാഗങ്ങളിലേക്ക് നമുക്കിനിയും വരേണ്ടിയിരിക്കുന്നു. അവിടെയും നാം കണ്ടു, എതിർ ക്രിസ്തു വെളിപ്പെടും. എതിർ ക്രിസ്തു ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ വെളിപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിലാണ് എതിർ ക്രിസ്തു ശിക്ഷിക്കപ്പെട്ട് മാറുന്നത്. ഇതിനോട് ചേർത്ത് അതും കൂടെ പറഞ്ഞങ്ങ് വിട്ടേക്കാമെന്ന് കരുതുക. കാഹളത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് നമുക്ക് അതിന് ശേഷം വരാമെന്നാൽ ഒന്നും കൂടെ നമുക്ക്
2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് പോകാം. അതിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കുമോ? 2 Thessalonians chapter 2 verses from 4. Who opposes and exposes himself against every so-called God or object of worship, so that he takes a seat in the temple of God, proclaiming himself to be God. Yeah, please continue. Do you not remember that when I was still with you, I told you these things? And you know what is restraining him now, so that he may be revealed in his time? For the mystery of lawlessness is already at work. Only he who now restrains it will do so until he is out of the way. And then the lawless one will be revealed, whom the Lord Jesus will kill with the breath of his mouth and bring to nothing by the appearance of his coming. കണ്ടോ? ആ വാക്യം കണ്ടോ? 4-ാം വാക്യം മുതൽ പൗലോസ് തെസ്സലോനിക്ക സഭയെ വീണ്ടും എതിർ ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ സഭയെ ഉപദേശിച്ചിരുന്നു എന്ന് വ്യക്തമാണല്ലോ. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പൗലോസ് സഭയെ ഓർപ്പിച്ചിരുന്നു അഥവാ പഠിപ്പിച്ചിരുന്നു എന്ന് വ്യക്തം. അത് പൗലോസ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അധർമ്മമൂർത്തി ആയവൻ, നാശയോഗ്യനായവൻ വെളിപ്പെടുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. അപ്പം അധർമ്മമൂർത്തിയായവൻ, എതിർ ക്രിസ്തു ആയവൻ വെളിപ്പെടുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അവൻ പാപത്തിന് കാരണമല്ല, അവൻ പാപത്തിന്റെ ഫലമായിട്ടാണ് വെളിപ്പെടുന്നത്. പാപത്തിന് കാരണം അല്ല. അതായത് എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പാപത്തിന്റെ പെരുപ്പം കൂടിയേ തീരൂ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എന്തുണ്ട്? ലോലെസ്നെസ്. ഇപ്പോൾ തന്നെ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. പാപത്തിന്റെ പെരുപ്പം ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. പല മ്ലേച്ഛകരമായ പാപങ്ങളും പല രാജ്യങ്ങളിലും ഇന്ന് ലീഗലൈസ് ആയിത്തീരുന്നു. പല പാപങ്ങളെയും പല രാജ്യങ്ങളും ഇന്ന് നിയമവൽക്കരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട വിധികളും ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിലെ അവിശ്വസ്തതകൾ പോലും ഇന്ന് പാപമല്ലാതെ അത് എന്തുവാ ലെജിറ്റിമേറ്റ് ആയിട്ട്, ലീഗലായിട്ട് മാറുന്ന, നിയമപരമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. നിയമപരമായിട്ട് മാറുന്ന പല രാജ്യങ്ങളും ഭ്രൂണഹത്യ, അബോർഷൻ നിയമവിധേയമാക്കുന്നു. പല രാജ്യങ്ങളും, ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ പോലും ബൈബിൾ വിലക്കുന്ന വിവാഹമോചനവും വിവാഹമോചിതരുടെ പുനർവിവാഹവും എല്ലാം നിയമവിധേയമാക്കുന്നു. അപ്പോൾ ഇത് രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ പാപത്തെ നിയമവൽക്കരിക്കുന്ന, നിയമവിധേയമാക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വേദനയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇങ്ങനൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇതൊക്കെ സംഭവിക്കേണ്ടതു തന്നെ എന്തിനു വേണ്ടി? എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടിനായി. So we see today so many abominable sins are being legalized in different countries, even including the Christian countries. Very abominable things are
legalized today. Legalized today. When we see these legalizations of abominations, sinfulness, we should understand that the world is getting ready for receiving the Antichrist, because he is the man of sin. He will be coming in the floods of sin, lawlessness. പാപത്തിന്റെ പെരുപ്പം അതിനിയും വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് എതിർക്രിസ്തു ആളത്വപരമായി ലോകത്തിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിലും അവന്റെ ആത്മാവിന്റെ വ്യാപാരം, അവന്റെ സ്വഭാവത്തിന്റെ വ്യാപാരം ഇന്ന് തന്നെ ഭൂമിയിൽ ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ട് അവിടെ നിന്നും താഴോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടോ, അവൻ ഒടുവിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒടുവിൽ നമുക്കിപ്പോൾ വേണ്ടത് അവനെ കർത്താവായ യേശു എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ. Because of the glorious flame of his advent, because of his glory, or with the breath of his mouth, Christ will destroy the Antichrist. ദൈവത്തിന്റെ സഭ മഹാപീഡന അവസ്ഥയിലൂടെ പോവുകയില്ല. മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരും, സഭയെ ചേർക്കും എന്ന് വിശ്വസിക്കുന്നതിനുള്ള അടുത്ത ഒരു കാര്യമാണ് 2 തെസ്സലോനിക്കർ 2 നിന്നും ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എതിർക്രിസ്തുവിന്റെ മർമ്മം, അല്ലെങ്കിൽ അവന്റെ ശക്തിയുടെ, അവന്റെ സ്വഭാവത്തിന്റെ സ്വാധീനത ഇന്നും ഭൂമിയിൽ ഉണ്ടെങ്കിലും അവൻ ആളത്വ രൂപത്തിൽ വെളിപ്പെട്ടിട്ടില്ല. അവൻ ആളത്വ രൂപത്തിൽ വെളിപ്പെട്ട ശേഷം എന്ത് ചെയ്യുമെന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത ഉണ്ടാകും. എതിർക്രിസ്തു ഭൂമിയിൽ ഭരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, മഹത്വത്തോടെ, ശക്തിയോടെ. അന്ന് എന്ത് ചെയ്യും? എതിർക്രിസ്തുവിന്റെ ഏറ്റവും മ്ലേച്ഛകരമായ, പാപപങ്കിലമായ, അതിക്രൂരമായ ഭരണത്തിന് ക്രിസ്തു തന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാൽ അവസാനം ഉണ്ടാക്കും. അതെപ്പോഴാണെന്ന് യൂദായുടെ ലേഖനത്തിൽ നിന്നും നമ്മൾ വായിച്ചു. കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന സമയത്ത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം എപ്പോഴായിരിക്കും? എതിർക്രിസ്തു ഇവിടെ ഭരിക്കുന്ന സമയം. അവന്റെ ഭരണകാലം ക്രൂരം എന്ന് മാത്രമല്ല, മ്ലേച്ഛവുമായിരിക്കും. അവന്റെ ഭരണകാലം മ്ലേച്ഛതരവുമായിരിക്കും. ആ മ്ലേച്ഛതരമായ അവന്റെ ഭരണത്തിന് യേശുക്രിസ്തു തന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാൽ അന്തം വരുത്തും.
തൻ്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാൽ എതിർ ക്രിസ്തുവിന്, അവന്റെ ഭരണത്തിന്, അവന്റെ ഭരണകൂടത്തിന് അവസാനം വരുത്തും. അപ്പോൾ കർത്താവ് തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സഭയെ ചേർക്കുവാനായിട്ടല്ല. യൂദ പറഞ്ഞതുപോലെ ലോകത്തെ അഭക്തരെ ന്യായം വിധിക്കാനാണ്. ആ ന്യായം വിധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന സംഗതിയാണ് എതിർ ക്രിസ്തുവിനെ ന്യായം വിധിച്ച് ഒടുക്കിക്കളയുക എന്നുള്ളത്. അത് കർത്താവിന്റെ വായിലെ ശ്വാസത്താൽ, ബൈ ദ ബ്രത്ത് ഓഫ് ഹിസ് മൗത്ത്, കർത്താവിന്റെ വായിലെ ശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് ഊതുമെന്ന് വല്ലതും ആണോ അതിന്റെ അർത്ഥം? അല്ല. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താല, with the very word that proceeds from the mouth of our Lord. നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാലാണ് അത് സംഭവിക്കുക. അതിന് നല്ലൊരു ഉദാഹരണമാണ് യേശുക്രിസ്തുവിന്റെ ബേഥാന്യ യാത്രയിൽ, യെരുശലേമിൽ നിന്ന് ബേഥാന്യയിലേക്കുള്ള യേശുവിന്റെ അവസാനത്തെ ആഴ്ചയിലെ യാത്രയിൽ അത്തിവൃക്ഷത്തെ ശപിച്ചത്. കർത്താവ് പറഞ്ഞു, അത് വേരോടെ ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. കർത്താവിന്റെ വായിലെ വാക്കുകൊണ്ട്, വായിൻ വചനത്തിന്റെ ശക്തിയാൽ എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അപ്പോൾ കർത്താവിന്റെ തേജസ്സിലുള്ള പ്രത്യക്ഷത അത് എന്തിനു വേണ്ടിയാണ്? ഭക്തികെട്ടവരെ ന്യായം വിധിക്കാനും എതിർ ക്രിസ്തുവിനെ ന്യായം വിധിച്ച് ഒടുക്കിക്കളയുവാനും വേണ്ടിയാ. എന്തിനു വേണ്ടിയല്ല? തൻ്റെ വിശുദ്ധന്മാരെ അല്ലെങ്കിൽ സഭയെ തൻ്റെ അടുക്കൽ ചേർക്കുന്നതിന് വേണ്ടി അല്ല. സ്തോത്രം. അതിനു വേണ്ടിയുള്ള വരവ് അതിന് മുൻപാണെന്ന് കണ്ടു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ പ്രത്യേക സമയത്ത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച 2 തെസ്സലോനിക്കർ 2:9 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഈ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ മ്ലേച്ഛകരമായ കാര്യങ്ങളും എല്ലാം ആർക്കാണ് ബാധകം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണത്? നശിച്ചു പോകുന്നവർക്കാണെന്നും സത്യത്തെ വിശ്വസിക്കാത്തവർക്കാണെന്നും അനീതിയിലും അസത്യത്തിലും രസിക്കുന്നവർക്കാണെന്നും ഒക്കെ പൗലോസ് 9 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കും. 9 തൊട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സാത്താന്റെ, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. കാരണം എന്താണ്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ. സ്തോത്രം. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ. സത്യം എന്താണ്? സത്യം എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പോൾ ഇവിടെ സത്യത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് കേവലം സത്യവചനം എന്നതിനേക്കാൾ സാക്ഷാൽ സത്യത്തിന്റെ ആൾരൂപമായ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് എന്ന് മനസ്സിലാക്കാം. വചനത്തെയും സത്യമെന്ന് വിളിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെയും സത്യമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഇവിടെ
രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ക്രിസ്തു എന്ന അർത്ഥത്തിലാണ്. സത്യം ക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വിശ്വസിക്കാത്തവർക്കാണ് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ പ്രവൃത്തിയും ഒക്കെ ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തെ വിശ്വസിച്ച്, ക്രിസ്തുവിനെ വിശ്വസിച്ച്, ക്രിസ്തുവിന്റെ സത്യവചനത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്ക് എതിർ ക്രിസ്തുവിന്റെ വരവോ അവന്റെ പ്രത്യക്ഷതയോ അവന്റെ ഭരണകാലത്തെ സ്വാധീനങ്ങളോ ബാധകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ബാധകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നേരം ഇവിടെ യഹൂദന്റെ ഉയർപ്പ് നടക്കുമോ? യഹൂദന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ അവരെ ചേർക്കുന്നു. സാത്താന്റെ ഭരണകാലം 7 വർഷത്തിന് ശേഷം അതെ, യഹൂദനെ ചേർത്ത് കൊള്ളുമോ? അതെ, യഹൂദനെ ചേർക്കുന്നത് അവന്റെ പാപത്തിന് ശിക്ഷ വിധിച്ചതിന് ശേഷമാണ്. യഹൂദന്റെ ന്യായവിധി കാലയളവാണ് 7 വർഷം. അതിനുശേഷം ആ കാലത്താണ് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ യഹൂദനെ കൈവിട്ടു തുടങ്ങിയത്. യഹൂദനെ എല്ലാവരും കൈവിടും, ആരും അവനില്ല എന്ന നിലയിലേക്ക് എത്തും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവൻ ഒരിക്കൽ കൂടെ അന്തിമമായി ചിതറിക്കപ്പെടും. അവൻ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. എതിർ ക്രിസ്തുവും അവന്റെ പക്ഷം പിടിച്ചുകൊണ്ടാണ് വെളിപ്പെടുന്നത്. പിന്നീട് അവനും അവരെ ഉപേക്ഷിക്കും. അങ്ങനെ യഹൂദനാരുമില്ലാതെ, രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ഇന്നലെയോ മിനിയാന്നോ മത്തായി 24 വായിച്ചതുപോലെ ദൂതന്മാരെ വിട്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ ചേർത്തുകൊള്ളും. 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ അതിന്റെ പ്രവചനം കൂടെയുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ആ കൽപ്പനയനുസരിച്ചാണ് മത്തായി 24 നമ്മൾ ഇന്നലെ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയിൽ യഹൂദന്റെ അന്തിമമായ യഥാസ്ഥാനവും നടക്കുന്നു, അല്ലെങ്കിൽ വീണ്ടെടുപ്പും നടക്കുന്നു എന്ന്. പക്ഷെ അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർക്ക് മാത്രമേ അത് ബാധകമാകുകയുള്ളൂ. പാസ്റ്റർ, ഒരു സംശയം ചോദിക്കാൻ സമയമുണ്ടോ? അതോ നാളെ ചോദിച്ചാൽ പോരെ? ചോദിച്ചോ. അല്ല, സമയമില്ലെങ്കിൽ നാളെ പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പോഴേ ചോദിച്ചിട്ടേക്കാം. ചോദിച്ചിട്ടേ. ഈ 7 കൊല്ലത്തിന്റെ അവസാനത്തിൽ യേശു വന്ന് എതിർ ക്രിസ്തുവിനെ അവന്റെ ഭരണം അവസാനിപ്പിക്കുമല്ലോ. അതെ. അന്നേരം യൂദായുടെ ലേഖനത്തിൽ പറയുന്ന ഭക്തികെട്ട ഒരെ ന്യായം വിധിക്കുന്ന അന്നേരമല്ലല്ലോ, 1000 ആണ്ട് കഴിഞ്ഞ് വെള്ളസിംഹാസനത്തിന്റെ മുന്നിൽ വെച്ചല്ലയോ. അന്നേരം അത് തമ്മില് ഒരു വ്യത്യാസം ഇല്ലയോ? വ്യത്യാസം ഇല്ല എന്ന് പറയാം. കാരണം വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്, അവസാന ഭാഗത്തും 20-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, എതിർ ക്രിസ്തുവിന്റെ കൂടെ, പ്രത്യേകിച്ച് 19-ന്റെ അവസാനത്തിൽ അർമഗദ്ദോൻ യുദ്ധസമയത്ത് നമ്മുടെ കർത്താവിനെതിരായിട്ട് എതിർ ക്രിസ്തു
ഒരു സൈന്യ നീക്കം നടത്തും. അതിൽ ഭൂമിയിലുള്ള എണ്ണമറ്റ മനുഷ്യർ യേശുവിനെതിരായി എതിർക്രിസ്തുവിനോടൊപ്പം നിൽക്കും. അവരെ കർത്താവിൻ്റെ വായിൻ വചനത്താൽ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് നാം കാണുന്നത്. ആദ്യമേ തന്നെ 19-ാം അധ്യായത്തിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അർമ്മഗദ്ദോൻ യുദ്ധം. അവിടെ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ക്യാപ്റ്റനായ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവ് ജീവനോടെ പിടിച്ച് നരകത്തിലേക്ക് ഇടുന്നു. അതാണ് നരകത്തിന്റെ ഉദ്ഘാടനമെന്ന് നമ്മൾ പണ്ട് പഠിച്ചു. എന്നിട്ട് അവന്റെ കൂടെ നിന്നിരുന്ന മനുഷ്യരെ മുഴുവനും കർത്താവിൻ്റെ വായിലെ ഇരുവായ്ത്തല വാൾ കൊണ്ട് കൊല്ലുന്നു. ആ ഇരുവായ്ത്തല വാൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനമാണ്. അപ്പോൾ അവിടെ തന്നെ ന്യായവിധി നടക്കുന്നു. ഏത് ന്യായവിധി? അന്തിമ ന്യായവിധി അല്ല. എന്നാൽ അവരെ ശിക്ഷിക്കുന്നതും എന്ത് തന്നെയാണ്? ഈ മരണവിധി അവരുടെ മേൽ നടപ്പിലാക്കുന്നതും ന്യായവിധി തന്നെയാണ്. നേരം അതാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്ന ആ അഭക്തരുടെ ആ ഗ്രൂപ്പ്. അതെ, അഭക്തരുടെ ആ ഗ്രൂപ്പ്. അതാണ് ബൈബിൾ പ്രവചനങ്ങൾ. മിക്ക പ്രവചനങ്ങൾക്കും 2 നിറവേറലുകളുണ്ട്. ഒന്ന്, അതിൻ്റെ പൂർണ്ണവും അക്ഷരീയവുമായ നിറവേറലുണ്ട്. അതിന് സമയം ചിലപ്പോൾ കുറെ കൂടെ എടുത്തെന്നിരിക്കും. ഈ യൂദായുടെ പ്രവചനത്തിനും അതുപോലെ തന്നെയുള്ള 2 മുഖങ്ങളുണ്ട്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത എതിർക്രിസ്തുവിൻ്റെ കൂടെ കൂടിയ യേശുവിനെതിരായിട്ട് അണിനിരന്നവരെ മരണം കൊണ്ട് വിധിക്കുന്ന ഒരു വിധിയുണ്ട്. കൂടാതെ മരിച്ചവരെ ഉയർപ്പിച്ച് അന്തിമമായിട്ട് ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്ന ഒരു വിധി 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ 2 മുഖങ്ങൾ അതിനുണ്ട്. മിക്ക പ്രവചനങ്ങൾക്കും, ബൈബിൾ പ്രവചനങ്ങൾക്കും അങ്ങനെയുള്ള 2 വശങ്ങളുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അവ തമ്മിൽ ക്ലാഷ് ഇല്ല. ഓക്കെ, സമയമില്ല, സമയമെടുത്ത് നന്ദി. ഓക്കെ, ബാക്കി നമുക്ക് കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ അടുത്ത ദിവസമാകാം. ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് മഹാപീഡനത്തിലൂടെ സഭ പോകില്ല, അതിനു മുമ്പ് ഉൽപ്രാപണം നടക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് പഠിച്ചത്. അത് മനസ്സിലാക്കാണമല്ലോ. ഇവ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.